Hi dear friends, welcome back to our channel Kitchen Battles. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി സേമിയ കൊണ്ടുള്ള ഒരു സൂപ്പർ മധുരമാണ്. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. അത് മാത്രമല്ല നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം. നമ്മുടെ വീട്ടിൽ ഇപ്പം പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കി വളരെ പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അത് മാത്രമല്ല 3-4 ചേരുവകൾ മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് കാണാം. അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നെയ്യ് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കശുവണ്ടി ചോപ്പ് ചെയ്തതാണ് ഇടുന്നത്. കശുവണ്ടിക്ക് പകരം നിങ്ങൾക്ക് ബദാം അല്ലെങ്കിൽ പിസ്ത ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ കപ്പലണ്ടി ഉണ്ടെങ്കിൽ അതാണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ചേർക്കേണ്ട നിർബന്ധമുള്ള കാര്യമല്ല, അല്ലെങ്കിൽ തന്നെ ഇതിന് നല്ല ടേസ്റ്റ് ആണ്. ഇപ്പോൾ ഇത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് മാറ്റി വെക്കുകയാണ്. അതേ സെയിം പാനിൽ തന്നെ ഞാൻ 1 കപ്പ് സേമിയ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാടങ്ങ് ഫ്രൈ ആവണ്ട, ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളർ ആകുന്നവരെ മാത്രം ഫ്രൈ ചെയ്താൽ മതിയായിരിക്കും. നമ്മൾ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് നെയ്യൊന്നും ആഡ് ചെയ്യുന്നില്ല. മുമ്പ് യൂസ് ചെയ്തതിന്റെ ബാലൻസ് ഉള്ള നെയ്യിലാണ് നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഇപ്പോൾ സേമിയ അത്യാവശ്യത്തിന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ സേമിയ എടുത്ത കപ്പളവിൽ തന്നെ 2 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പൊ ഇതിൽ വെള്ളമൊക്കെ വറ്റി അത്യാവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഇത് ഒരുപാടൊന്നും വേവിക്കേണ്ട കാര്യമില്ല. ഇനി ഈ സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര, സെയിം കപ്പളവിൽ തന്നെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത്. നിങ്ങളുടെ ആവശ്യാനുസരണം ഇതിൽ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇതിന് മഞ്ഞളിന്റെ ടേസ്റ്റ് ഒന്നും വരത്തില്ല, അങ്ങനൊരു പേടിയേ വേണ്ട. ഇതിനകത്ത് നമ്മൾ ഫുഡ് കളർ ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് കളർ ചേർക്കണമെങ്കിൽ യെല്ലോ കളർ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കശുവണ്ടി ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കശുവണ്ടിയും കിസ്മിസും ഒക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചേർക്കണ്ട. അതില്ലാതെ തന്നെ ഇത് നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ സേമിയ കൊണ്ടുള്ള മധുരം അല്ലെങ്കിൽ സേമിയ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാം. സെറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഈ ബൗളിലേക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ കശുവണ്ടി വെച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കേസരി ചൂടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ സ്പൂൺ വെച്ച് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ലെവൽ ചെയ്യുമ്പോഴത്തേക്ക് സ്പൂണിന്റെ ബാക്ക് സൈഡിൽ എണ്ണ അല്ലെങ്കിൽ നെയ്യ് വെച്ചൊന്നും തടവേണ്ടതാണ്, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. ഇതൊന്ന് സെറ്റായി കിട്ടാനായിട്ട് നമുക്ക് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് മറിച്ചിട്ട് കാണിക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് വിട്ട് കിട്ടി. അപ്പോൾ നമ്മുടെ സേമിയ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കമന്റ് ബോക്സ് വഴി അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.